അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന. ക്ഷേത്ര പരിസരത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇടംപിരി ശംഖ് കിട്ടിയ സംഭവത്തെ തുടർന്നാണ് പരിശോധന നടത്തുന്നത്. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ ക്ഷേത്രത്തിലെ തന്നെ വഴിപാടായി ലഭിച്ചത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ആസ്തിയായിട്ടുള്ള ശംഖാണോ ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയത്? ഗൂഗിൾ നിലവിൽ വെള്ളി കെട്ടിയ ഒരു ശംഖാണ് കഴിഞ്ഞ ദിവസം അവിടെയുള്ള മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഒരാൾക്ക് ലഭിച്ചത്. അത് പിന്നീട് ക്ഷേത്രം ഭാരവാഹികളെ ഏൽപ്പിച്ചു. പക്ഷേ ആ സംഭവത്തിലാണ് നിലവിൽ ഇന്ന് ഈ ദേവസ്വം ബോർഡ് വിജിലൻസ് ഇന്ന് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു പതക്കവും ഇതേ രീതിയിൽ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ചത് വലിയ വിവാദമായിരുന്നു. പിന്നീടാണ് ഈ രീതിയിൽ ശംഖും ലഭിക്കുന്നത് അന്വേഷണത്തിന് ഇടയാക്കിയിട്ടുള്ളത്. വെള്ളി കെട്ടിയ ഇടംപിരി ശംഖ് ആണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ കാക്കാഴം സ്വദേശിയായിട്ടുള്ള വേണുവിനാണ് ക്ഷേത്രത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ചെയ്യുന്ന ആളാണ് ഇയാൾക്ക് കഴിഞ്ഞ ദിവസമാണ് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള കുളത്തിന്റെ വടക്ക് ഭാഗത്ത് മാലിന്യം നീക്കം ചെയ്തതിന്റെ നടുവിൽ നിന്ന് ഈ ശംഖ് ലഭിച്ചത്. സംഭവം വിവാദമായതോടെ അമ്പലപ്പുഴ പോലീസിനെ ഈ ശംഖ് ഏൽപ്പിച്ചു. പിന്നീട് ശംഖ് അമ്പലപ്പുഴ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ അമ്പലപ്പുഴ പോലീസാണ് ഇത് ക്ഷേത്രം ദേവസ്വം ബോർഡ് വിജിലൻസിനെ വിവരം അറിയിച്ചതും വിജിലൻസ് ബോർഡ് ഇന്ന് എന്താണ് നിജസ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും വിജിലൻസ് ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ചുള്ള എന്താണ് വസ്തുത എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഗൂഗിൾ ശരി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ഇടംപിരി ശംഖ് കിട്ടിയ സംഭവത്തിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.